ഇന്നത്തെ ചിന്തയ്ക്കായി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 20-21 വാക്യങ്ങൾ. 5 താലന്ത് ലഭിച്ചവൻ അടുക്ക വന്നു, വേറെ 5 കൂടെ കൊണ്ടുവന്നു. യജമാനനെ, 5 താലന്തല്ലോ എന്നെ ഏൽപ്പിച്ചത്, ഞാൻ 5 താലന്ത് കൂടെ നേടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് യജമാനൻ, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികാരത്തിന് വിചാരകനാക്കും. ദൈവം മനുഷ്യന് പലതരത്തിലുള്ള ദാനങ്ങൾ കൊടുത്തിരിക്കുന്നു. തനിക്ക് കിട്ടിയത് എത്ര എന്നതല്ല പ്രശ്നം, അത് എങ്ങനെ ഉപയോഗിച്ചു എന്നതാണ്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സുപ്രധാന താലന്തുകൾ അത് നാം ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കുന്നുണ്ടോ? താലന്തിൽ തുല്യതയില്ലെങ്കിലും അധ്വാനത്തിൽ തുല്യരാകാൻ സാധിക്കും. അധ്വാനത്തിന്റെ ഫലം കൂടുതൽ അധ്വാനമാണ്. അധ്വാനം ചെയ്തവരോട് വീണ്ടും ആവശ്യപ്പെടുന്നത് പിന്നെയും അധ്വാനിക്കാനാണ് കൽപ്പിക്കുന്നത്. നിഷ്ക്രിയരായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ശീതോഷ്ണവാനായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കിട്ടിയ ദാനം നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കുവാനുള്ള മാർഗം അത് ദൈവസേവനത്തിനായി ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഒരിക്കൽ കൊത്തുപണിക്കാരനായി മാർബിൾ അന്വേഷിച്ച മൈക്കിൾ ആഞ്ചലോ ചെറിയൊരു മാർബിൾ കഷ്ണം കണ്ടെത്തി. പക്ഷേ ആ മാർബിൾ ഒന്നിനും കൊള്ളത്തില്ലായിരുന്നു. അതിന്റെ ഉടമസ്ഥന്റെ മറുപടി അങ്ങനെയായിരുന്നു. ഉടനെ മൈക്കിൾ ആഞ്ചലോ പറഞ്ഞു, ഈ മാർബിൾ ഒരു മാലാഖ ഉറങ്ങിക്കിടപ്പുണ്ട്. 2 ആഴ്ച കൊണ്ട് ഞാൻ അതിനെ പുറത്തു കൊണ്ടുവരും. അതെ, നമ്മിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ കണ്ടുപിടിച്ച് പരിപോഷിപ്പിക്കണം. 2-ാം ലോകമഹായുദ്ധത്തിൽ സഖ്യശക്തികളെ വിജയത്തിലേക്ക് നയിച്ച വീരനായകനാണ് വിൻസ്റ്റൺ ചർച്ചിൽ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പഠനത്തിൽ ഏറ്റവും പിന്നോക്കക്കാരനായിരുന്നു. പക്ഷേ പാവകളെ പട്ടാളക്കാരായി അണിനിരത്തിക്കൊണ്ട് യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ വിരുദ് കാട്ടിയ വിൻസ്റ്റനെ അവന്റെ പിതാവ് സൈനിക സ്കൂളിൽ അയച്ചു. പഠനത്തിൽ മോശമായിരുന്ന വിൻസ്റ്റൺ കിടയറ്റ രാജ്യതന്ത്രജ്ഞൻ, സുപ്രസിദ്ധ വാഗ്മി, അതിനിപുണനായ ഗ്രന്ഥകാരൻ എന്നീ നിലകളിൽ ഇന്ന് ലോകം ആദരിക്കുന്നു. ഏതെങ്കിലും ഒന്നിൽ പരാജിതനാണെന്ന് വിചാരിച്ച് മറ്റു കഴിവുകൾ പരിപോഷിക്കപ്പെടാതെ പോകരുത്. നമ്മളിൽ ദൈവസിദ്ധമായി ലഭിച്ച കഴിവുകളെ പരിപോഷിക്കപ്പെടുകയും ദൈവനാമ മഹത്വത്തിനായി പ്രയോജനപ്പെടുത്തുകയും ചെയ്യണമെന്ന് ആഹ്വാനം ചെയ്ത് വാക്കുകളെ ചുരുക്കുന്നു.